എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോയാണ് കേട്ടോ. ഇന്ന് ഉത്രാട ദിവസമാണ്. ഈ വർഷത്തെ ഓണം എല്ലാ കൂട്ടുകാർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഓണമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കായവും ചേർത്ത് ഇളക്കി വയ്ക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് വച്ചേക്കണം കേട്ടോ. അതിന് ശേഷമേ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാവൂ. ഇനി ചീനിച്ചട്ടി ചൂടായ ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് നല്ലെണ്ണയും ഉപയോഗിക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിലേക്കിട്ട് നമുക്ക് മൂപ്പിക്കാം. വെളുത്തുള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പൊടികളൊക്കെ നമ്മൾ മൂപ്പിക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് വച്ച ശേഷം മാത്രമേ നമ്മൾ പൊടികളെല്ലാം ഇട്ട് വറുക്കാവൂ. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് അടുപ്പ് കത്തിച്ച് തീയിട്ട് കൊടുക്കാം. എന്നിട്ട് വേണം വെള്ളം തിളപ്പിക്കാൻ. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ തീ ഓഫാക്കണം. ഓഫാക്കിയിട്ട് വേണം മാങ്ങ അതിലേക്ക് ചേർക്കാൻ. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ മാങ്ങ വെന്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാങ്ങ അച്ചാർ മാറ്റി വയ്ക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. എല്ലാവർക്കും നന്ദി.